ഇത് കോതനല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രം. കോട്ടയം എറണാകുളം റോഡിൽ കോതനല്ലൂർ ജംഗ്ഷൻ സമീപം പ്രധാന പാതയോട് ചേർന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. കിഴക്ക് ദർശനമായുള്ള ക്ഷേത്രത്തിൽ നാടിൻ്റെ അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും അനുഗ്രഹം അരുളി സർവാഭരണ വിഭൂഷിതയായ അമ്മ കോതനല്ലൂർ ഭഗവതി. സദാ പ്രസന്നവതിയാണ് അമ്മ. ദേശമൂർത്തിയായ ഭഗവതിയുടെ ശ്രീകോവിലിൻ്റെ പ്രദക്ഷിണ വഴിയിൽ ഇന്ന് ഭക്തിയുടെ ദൃശ്യ വസന്തമാണ് എങ്ങും. ജീവസുറ്റ ദേവീദേവന്മാരുടെ ചുവർ ചിത്രങ്ങൾ, മിഴിവുറ്റ മനസ്സിൽ നിന്നും മായാത്ത മനോഹര ചിത്രങ്ങൾ. ഭഗവതിയെ തൊഴുത് വലം വയ്ക്കുമ്പോൾ ആദ്യം കണ്ണിൽ പതിയുന്നത് പാർവതി ദേവിയുടെ അത്യപൂർവമായ ചിത്രം. ശ്രീ പരമേശ്വരൻ്റെ പത്നിയായ ദേവിയെ ചമയങ്ങൾ അണിയിക്കുന്ന തോഴിമാർ. അങ്ങനെ പുരാണങ്ങളിൽ നിന്നും പിറന്നു വീണ 9 സർഗരചനകൾ ഇവിടെ കാണാൻ കഴിയും. ചിത്രകലയിൽ കാവി ചുവപ്പ്, കാവി മഞ്ഞ, കാവി പച്ച എന്നിങ്ങനെ പഞ്ചവർണ്ണങ്ങളുടെ, വെളുപ്പ്, കറുപ്പ് എന്നിങ്ങനെ പഞ്ചവർണ്ണങ്ങളുടെ ഒരു സമ്മേളനമാണ് ശരിക്കും ചുവർച്ചിത്രം. ചുവർച്ചിത്രത്തിലെ പരമ്പരാഗതമായിട്ടുള്ള ആ ഒരു ശൈലിയിൽ തന്നെയാണ്, ആ ഒരു തനിമ നിലനിർത്തിക്കൊണ്ടാണ് നമ്മളിവിടെ ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. ഇത് നാച്ചുറൽ കളർ അല്ല, ഇത് ശരിക്കും അക്രിലിക് പെയിൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത പാർവതി ചമയം കഴിഞ്ഞിട്ട് അടുത്ത് വരച്ചിരിക്കുന്ന ചിത്രം ശരിക്കും മാർക്കണ്ഡേയനും ശിവനുമാണ്. മാർക്കണ്ഡേയൻ കാലനിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ഒരു ശിവഭക്തനായിരുന്ന മാർക്കണ്ഡേയൻ ശിവനെ പ്രാർത്ഥിക്കുന്നതും ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് കിടക്കുന്നതുമായിട്ടുള്ള ഒരു ചിത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രദോഷ നൃത്തം, തിരുവേറ്റുമാനൂരിലെ ആ ഒരു ഓർമ്മ വരുന്ന രീതിയിലാണ് ചുവർച്ചിത്രം വരച്ചിരിക്കുന്നത്. അതുപോലെ ശിവന് വെളുപ്പ് നിറമാണ്. ഈ പ്രദോഷ നൃത്തത്തിൽ മിഴാവ് വായിക്കുന്ന മഹാവിഷ്ണുവുണ്ട്. അതുപോലെ ദേവേന്ദ്രൻ, ഓടക്കുഴലൂതുന്ന ദേവേന്ദ്രൻ, ഭദ്രകാളി, ബ്രഹ്മാവ് ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇവരെല്ലാവരും ആഹ്ലാദിച്ച് പ്രാർത്ഥിച്ച് തൊഴുന്ന ഒരു രീതിയിലാണ് ഈ ചുവർച്ചിത്രം ചെയ്തിരിക്കുന്നത്. കാരാഗ്രഹത്തിൽ നിന്നും ഉണ്ണിക്കണ്ണനെ വസുദേവരെ രക്ഷപ്പെടുത്തി പോകുമ്പം കരകവിഞ്ഞൊഴുകുന്ന യമുനാ നദി, കാറ്റും മഴയും ഉള്ള സമയത്ത് ആദിശേഷൻ ഒരു മറയായിട്ട് മഴയെ മാറ്റി നിർത്തിക്കൊണ്ട് കണ്ണനെ രക്ഷപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ഈ ചിത്രം. ദാരിക നിഗ്രഹത്തിന് ശേഷം ഇരിക്കുന്ന ഭദ്രകാളിയാണ്, ഭദ്രദേവി എന്ന് പറയും. ഭദ്രകാളി ദാരിക നിഗ്രഹത്തിന് ശേഷം ഇരിക്കുന്ന ഒരു ഭാവത്തിലാണ് ഭദ്ര ചെയ്തിരിക്കുന്നത്. മൂല ഗണപതി എന്ന് പറയും. സ്വർണ്ണവർണ്ണ നിറത്തോടു കൂടിയാണ് ഗണപതി. ഗണപതിയെ സ്തുതിച്ച് പാടുന്നതിന് വേണ്ടിയിട്ട് മുനിവൃന്ദങ്ങളും മഹർഷിമാരും നിൽക്കുന്ന ഒരു ചിത്രമാണ് കന്നിമൂല ഗണപതി. മഹിഷാസുര മർദിനി എന്ന് പറയും. ദുർഗയാണ് മഹിഷാസുരനെ നിഗ്രഹിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മഹിഷാസുര മർദിനി എന്നും പറയും. ഇന്ദ്രലോകം തന്നെ വിറപ്പിച്ച മഹിഷാസുരനെ വധിക്കുന്ന ദേവീനെയാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയും ദുർഗയാണ്. അതുകൊണ്ട് ആണ് ഇവിടെ ദുർഗ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ദേവീക്ഷേത്രത്തിൽ സരസ്വതി സാന്നിധ്യം ഉള്ളതുകൊണ്ടാണ് വീണ വായിക്കുന്ന, താമരപ്പൂവിലിരുന്ന് വീണ വായിക്കുന്ന സരസ്വതിയുടെ ഒരു ചിത്രം ഇവിടെ ചെയ്തിരിക്കുന്നത്. വ്രതനിഷ്ഠയോടെ സുരക്ഷ പൂർത്തിയാക്കിയ കലാസൃഷ്ടികൾ അന്നു മുതൽ ഭക്തർ ഹൃദയത്തിലേറ്റ് വാങ്ങിയിരിക്കുകയാണ്. കോതനല്ലൂർ ക്ഷേത്രത്തിൻ്റെ ദർശന പുണ്യമായി